ഓം നമോ നാരായണായ. മഹർഷി തുടരുന്നു. താൻ ചെയ്ത യാഗങ്ങളും അനുഷ്ഠിച്ച തപസ്സും ഇതോടെ, അതായത് ശ്രീരാമൻ്റെ ദർശനം സിദ്ധിച്ചതോടെ സഫലമായി. തൻ്റെ കണ്ണുകളും സഫലമായിരിക്കുന്നു. ഏതെല്ലാം വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അങ്ങയുടെ രൂപം മനസ്സിലുണ്ടാവാൻ അനുഗ്രഹിക്കണം. ഭക്തിയുടെ യഥാർത്ഥമായ സ്വഭാവം അഗസ്ത്യ മഹർഷിയുടെ വാക്കുകളിൽ തുളുമ്പി നിൽക്കുന്നു. ശ്രീരാമസ്തുതിക്കു ശേഷം മഹർഷി 2 ചുമതലകൾ കൂടി അനുഷ്ഠിക്കുന്നു. ശാപം നൽകുക എന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് പ്രായോഗികമായ നിർദ്ദേശം സമർപ്പിക്കുക എന്നതും. രണ്ടാമത്തെ ചുമതലയിലേക്കു മഹർഷി കടക്കുന്നു. ഗൗതമി തീരത്ത് പഞ്ചവടിയിൽ നല്ലൊരു ആശ്രമം ചമച്ച് അതിൽ വസിക്കണമെന്ന നിർദ്ദേശമാണ് അഗസ്ത്യ മഹർഷി സമർപ്പിക്കുന്നത്. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നു മൽക്രതുക്കാളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. കുംഭസംഭവനീതി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോളിവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ
ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നു ഉടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം.